കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരെ, റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ചൂടുപിടിച്ച ചർച്ച വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ്, ആനയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വന്ന ചോദ്യം ഒരു ആനപ്പിണ്ടം പോലെ ചീഞ്ഞു നാറുന്നതായി പോയി. അതുകൊണ്ടാണ് പിന്നെ വീണ്ടും ഞാൻ പെട്ടെന്ന് മൈക്കിലേക്ക് വന്നത്. കാരണം എന്തെങ്കിലും അന്തമുള്ളവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് കുറച്ചൊരു സമയമൊക്കെ വിട്ടുകൊടുക്കാം. ഈ വിവരമില്ലാത്തവർ എന്നും ഒരു പല്ലവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് സമയം നഷ്ടപ്പെടുത്താനില്ല. അവർക്കൊക്കെ ഇതിനു ശേഷം വിശാലമായ സമയമുള്ളപ്പോൾ വെറുതെ പറഞ്ഞു ചിരിക്കാം. കാര്യമായ ചോദ്യങ്ങളുമായി നല്ല ആളുകൾ വീണ്ടും സത്യം മനസ്സിലാക്കാൻ വരുന്നത് വരെ നമുക്ക് ക്വിസ് പ്രോഗ്രാം അരമണിക്കൂർ നേരം നടത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നാഫിയായ ഇൽമ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹമുള്ളവരെ, ഫാമിലി ക്വിസ് പ്രോഗ്രാമിലെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആരംഭിക്കാൻ പോവുകയാണ്. തുടർച്ചയായ വിജയങ്ങളുടെ ഉന്മത്തത കൊണ്ട് വത്തുപിടിച്ച ഗ്രീൻ ടീമിനെ ഇന്ന് തറ പറ്റിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് പഠിച്ച പണി 18 പയറ്റിക്കൊണ്ടുള്ള ഒരു വരവാണ് ഇന്ന് ബ്ലൂ ടീം എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും കണ്ടറിയാം ആർക്കാണ് വിജയമുണ്ടാവുന്നത് എന്ന്. ഏതായാലും നമുക്ക് ഒരുപാട് അറിവുകൾ പങ്കുവെക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പമ്പരം പയറ്റുമെന്നാണ് MKM അബ്ദുള്ള സാഹിബ് പറയുന്നത്. വെല്ലുവിളിച്ചുണ്ടാക്കിയൊരു ഇന്നത്തെ മത്സരമാണ്. അതുകൊണ്ട് തന്നെ കണ്ടറിയേണ്ടതുണ്ട്. നോക്കാം, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൊണ്ട് ആരംഭിക്കുകയാണ്. ചോദ്യം ഇതാണ്: അൽ ഹുതമ എന്നത് എന്തിന്റെ പേരാണ്? ഖുർആനിൽ അൽ ഹുതമ എന്ന് പറഞ്ഞത് എന്തിന്റെ പേരാണ് അത് എന്നുള്ളതാണ്. അൽ ഹുതമ എന്ന് ഖുർആനിൽ പറഞ്ഞത് എന്തിന്റെ പേരാണ് എന്നുള്ളതാണ് ചോദ്യം. മാഷാ അല്ലാഹ്. ദുൽദുൽ നരകം എന്ന് പറയുന്നു. അമീർ ഇരിങ്ങല്ലൂരും അഴയാലപ്പുഴയും എം നിഷാനും മുഹിയുദ്ദീൻ അൽ അസ്ഹരിയും നിത്യ വസന്തവും KK മോനും സൈനുലാബ്ദീനും MK അബ്ദുള്ളയും അബ്ദുള്ള ബഹ്റൈനും ഒക്കെ അതിശക്തമായ രീതിയിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അതേ, ബ്ലൂ കാർ ചുവട് ഉറപ്പിക്കുമ്പോഴേക്കും നാടൻ തല്ലുമായി ഗ്രീൻ കാർ ഇടിച്ചു കയറി. നരകം എന്നുള്ള ഉത്തരം ഇതാ വന്നു കഴിഞ്ഞു. ദുൽദുൽ ആണ് ശരിയായ ഉത്തരം. ആദ്യമായി ടൈപ്പ് ചെയ്തിട്ടുള്ള ഗ്രീനിനാണ് ഇന്നും ആദ്യത്തെ പോയിന്റ് ലഭിക്കുന്നത്. ഗ്രീനിനാണ്. ഒരു പോയിന്റുമായിട്ട് ഇപ്പോൾ ഗ്രീനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഗ്രീൻ ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു പോയിന്റ് ഗ്രീൻ നേടിയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം. ആകെ 1, 2, 3 പേര് മാത്രമാണ് ഇപ്പോൾ ബ്ലൂവിന് വേണ്ടി മത്സരിക്കുന്നത്. എന്നാൽ ഗ്രീനിന്റെ ശക്തമായ ഒരു നേതൃത്വം തന്നെ നിൽക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം ഇതാണ്: ഹിജറക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറക്ക് പോകുമ്പോൾ ഹിജറക്കിടെ കുൽസും ഇബ്നു ഹദം എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യത്തെ മരുളിയത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ്. കുൽസും ഇബ്നു ഹദം എന്നുള്ള വ്യക്തി എവിടെ വെച്ചാണ് മദീനയിലേക്ക് ഹിജറ പോയ നബിയെ ആദ്യത്തെ മരുളിയത് എന്നുള്ളതാണ്. എവിടെ വെച്ചാണ്? അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കുകയുണ്ടായി എന്നുള്ള ഒരു ക്ലൂ ഞാൻ തരികയാണ്. എവിടെ വെച്ചാണ് കുൽസും എന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടുണ്ടാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ മരുളിയത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം ഖൂബ എന്നുള്ളത് തന്നെയാണ്. റൈറ്റ് വിഷൻ ബ്ലൂവിന് വേണ്ടി ശക്തമായ നിലയിൽ ഇതാ ഒരു പോയിന്റ് നേടുകയാണ്. ബ്ലൂ ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. തൊട്ടുപിറകെ ദുൽദുലും ബ്ലൂമാനും നിത്യവസന്തവും ഖാഫിലയും അമീർ സാഹിബും എല്ലാവരും ഉത്തരം എഴുതിയിട്ടുണ്ട്. എന്നാൽ ശരിയായ പോയിന്റിലൂടെ ഖൂബ എന്നുള്ള ഉത്തരത്തിലൂടെ റൈറ്റ് വിഷൻ ബ്ലൂവിനുള്ള പോയിന്റ് നേടുകയാണ്. 1-1 ഒപ്പത്തിനൊപ്പം മത്സരമാണ് ഇന്നത്തെ ഒരു
വെല്ലുവിളികളൊക്കെ നേരത്തെ ബ്ലൂക്കാർ ചുവട് വെക്കുന്നതിന് മുമ്പ് അഭ്യാസികളുമായിട്ടാണ് ബ്ലൂക്കാർ ഇന്നലെ വന്നിട്ടുള്ളത്. അപ്പൊ ചുവട് വെക്കുന്നതിന് മുമ്പ് ആഞ്ഞടിച്ചതായിരുന്നു നാടൻ തല്ലുമായിട്ട്. പക്ഷെ ഇപ്രാവശ്യം അവർ ചുവട് ഉറപ്പിച്ചു കഴിഞ്ഞു. നല്ല തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടുന്നത്. 1-1 എന്ന നിലയിലാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. സമസ്തയുമായി ബന്ധപ്പെട്ട എന്നാൽ ഒരു ചോദ്യമാണ്. അഥവാ മംഗലാപുരത്ത് 2010 മെയ് 22 എയർ ഇന്ത്യ കത്തിക്കരിയുകയുണ്ടായി. അതിൽ ഒരുപാട് ജീവനുകൾ അപഹരിക്കപ്പെട്ടപ്പോ അതിൽ സമസ്തക്ക് ഒരു നഷ്ടമുണ്ടായി. സമസ്തയുമായി ബന്ധപ്പെട്ട മുമ്പ് ഒരു SOSന്റെ 2006 വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി മരണമടയുണ്ടായി. ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് സമസ്തക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. ഖലീൽ എന്ന് KK മോൻ, ബ്ലൂ ഗ്രീനിന് വേണ്ടി ഇബ്രാഹിം എന്ന്, അഹമ്മദ് ഏജ് ഇബ്രാഹിം എന്ന്, അഹമ്മദ് ഏജ് ഒക്കെ എത്തിയിട്ടില്ല, അമീർ ഇരിങ്ങല്ലൂർ, അബ്ദുറഹ്മാൻ, ബ്ലൂ മാൻ, നിസാമുദ്ദീൻ, അൽ ജഫാനി, നിത്യവസൻ, എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്തുകൊണ്ട് പോയിന്റ് നേടുന്നത് വീണ്ടും ഗ്രീനാണ്. മാഷാ അല്ലാഹ്. സോറി. ളികളെല്ലാം കരക്കി ഇരുത്തിയിരുന്നവരെയൊക്കെ കളികളിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗ്രീൻ ടീം. അതെ, 2-1 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. 1-1, 2 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ് 3 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 2-1 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തൊരു ചോദ്യം ഇതാണ്. ഒരു ജനറൽ ചോദ്യമാണ്. ചെന്നായ വളർത്തിയ ഒരു കുട്ടിയുടെ കഥയാണ് ജംഗിൾ ബുക്ക്. ഇത് രചിച്ചത് ആരാണ് എന്നുള്ളത്. ജംഗിൾ ബുക്ക് എല്ലാവർക്കും അറിയാം. ചെന്നായ വളർത്തിയ ഒരു കുട്ടിയുടെ കഥയാണ്. ഇതിന്റെ രചന ആരാണ് നിർവഹിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ജംഗിൾ ബുക്ക് രചിച്ചത് ആരാണ്? M. നിഷാൻ. ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് കിപ്ലിംഗ് എന്ന് പറയുന്നുണ്ട്. നിത്യവസന്തം കിപ്ലിംഗ് എന്ന് പറയുന്നുണ്ട്. ബാലരാമ എന്ന് അബു ഹംദാൻ പറയുന്നുണ്ട്. എന്നാൽ രണ്ടു കൂട്ടരും ശക്തമായ രീതിയിൽ ഉത്തരം എഴുതുന്നു. എന്നാൽ അഹമ്മദ് ഏജി റിഡ്യാർഡ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നുണ്ട്. ഏതാണ് ശരിയായ ഉത്തരം? അത് ഗ്രീനിന്റെ ഭാഗത്ത് നിന്നാണ് തന്നെയാണ് വന്നിട്ടുള്ളത്. റിഡ്യാർഡ് കിപ്ലിംഗ് എന്നുള്ളത് ശരിയായ ഉത്തരം തന്നെയാണ്. ശരിയായ ഉത്തരത്തിലൂടെ M. നിഷാൻ ഗ്രീനിന് വേണ്ടി വീണ്ടും പോയിട്ട് നടന്നു. 3-1. വെല്ലുവിളികളൊക്കെ ഒന്നും ഒരു പുത്തിരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീനിന്റെ പടയാളികൾ ഇതാ അടർക്കളത്തിൽ അടരാടുന്നു. എന്നാൽ ഒരു പോയിന്റുമായി ബ്ലൂ തൊട്ടു പിറകെ തന്നെയുണ്ട്. എഴുതിത്തള്ളാവുന്ന ഒരു ശക്തിയല്ല ഞങ്ങൾ എന്ന് പറയുകയാണ്. എന്നാൽ തിലാവത്തിന്റെ സുജൂദ് നമുക്കറിയാം. തിലാവത്തിന്റെ സുജൂദ് ഖുർആൻ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, 14 സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ തിലാവത്തിന്റെ സുജൂദ് എത്ര സുജൂദാണ് ചെയ്യേണ്ടത്? എത്ര സുജൂദാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. എത്ര റെഡില്ലാത്ത കാസിം ഭായ്, റെഡിന് മത്സരിക്കാനുള്ള അനുമതിയില്ല. ഇന്ന് ബ്ലൂ ഗ്രീനും മാത്രമാണ്, സ്വതന്ത്രർക്ക് പോയിന്റ് ഇല്ല. ഏതായാലും ബ്ലൂ മേനാണ് 1 എന്ന് ആദ്യമായി എഴുതിയിട്ടുള്ളത്. ഒരു സുജൂദാണ് ചെയ്യേണ്ടത്. കാസിം ഭായും അമീറും അൻവറും അബു ഹംദാനും ദുൽദുലും കാഫിലയും റഹ്മാനും ഷാജി ഖാബാസും KK മോനും JMS ദുബായി റൈറ്റ് വിഷൻ അഹമ്മദ് ഏജി അലി വെങ്ങൂർ നൌഷാദ് നിത്യവസന്തൻ നിസാമുദ്ദീൻ മുഹമ്മദ് കുട്ടി മൂസ കുവൈത്ത് റഹ്മാൻ മാലിക് ദീനാർ MK അബ്ദുള്ള റൈറ്റ് വിഷൻ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ബഹുമാനപ്പെട്ട ബ്ലൂ ആണ്. ബ്ലൂ മേനിലൂടെ ആ പോയിന്റ് ആദ്യമായി ബ്ലൂ നേടുകയാണ്. 2-3 എന്ന നിലയിൽ ഒപ്പത്തിനൊപ്പം കയ്യെത്തും ദൂരത്ത് മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ഗ്രീൻ. വെറും ചെറിയ ഒരു ഒറ്റ പോയിന്റിന് വ്യത്യാസത്തിൽ മാത്രമാണ് ഇപ്പോൾ ഗ്രീൻ ഉള്ളത്. എന്നാൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. 9 നിന്ന് 1 ഒഴിവാക്കിയാൽ 10 ലഭിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. 9 നിന്ന് 1 ഒഴിവാക്കിയാൽ 10 ലഭിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴാണ് 9 നിന്ന് 1 ഒഴിവാക്കിയാൽ 10 ലഭിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴാണ് 9 നിന്ന് 1 ഒഴിവാക്കിയാൽ 10 ലഭിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരങ്ങൾ പലതും വരുന്നുണ്ട്.
തെറ്റുമ്പോൾ എന്ന് റോമൻ എഴുത്തിൽ എന്ന് ദുൽദുൽ പറയുന്നുണ്ട്, റോമൻ എന്ന് അൽ ജഫാരി പറയുന്നുണ്ട്, ഷാജി ഖാൻസ് പറയുന്നുണ്ട്. എല്ലാവരും ഉത്തരങ്ങൾ പറയുന്നത് ശരിയായ ഉത്തരം ബ്ലൂമൻ വ്യക്തമായി എഴുതി കാണിച്ചിട്ടുമുണ്ട്. അമീറുകല്ലൂർ അതിന്റെ സൂചന നൽകിയിട്ടുണ്ട്. ശരിയാണ്. റോമൻ ലിപിയിൽ അഥവാ എക്സിന് മുമ്പ് 1 ഇട്ടുകൊണ്ട് 9 എഴുതുകയും അതിൽ നിന്ന് 1 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ 10 ആവുകയും ചെയ്യും. ശരിയായ ഉത്തരമാണ്. പോയിന്റ് വീണ്ടും ഗ്രീൻ തന്നെയാണ്. ദുൽദുലിന്റെ ശക്തമായ കാലുകളിലൂടെ അതിശക്തമായ ഗോൾ ഇതാ. അങ്ങനെ 4-2 ഒപ്പത്തിനൊപ്പം എന്നുള്ളത് ഒരു ചെറിയ വ്യത്യാസത്തിലേക്ക് മാറുകയാണ്. 4-2 2 പോയിന്റിന്റെ വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ ഇരട്ടിയധികം പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2-4 എന്ന നിലയിൽ. അടുത്തൊരു ചോദ്യം വരികയാണ്. ചോദ്യം ഇതാണ്: ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മോചിതത്തായി ലഭിച്ച ഭക്ഷണ തളികയുടെ പേരുള്ള സൂറത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മോചിതത്തായി ലഭിച്ച ഭക്ഷണ തളികയുടെ പേരുള്ള സൂറത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സുബു കളർ മാറ്റണം, ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആവണം. റൈറ്റ് ഓപ്ഷൻ മായിദ എന്ന് പറയുന്നുണ്ട്. ബ്ലൂ മായിദ എന്ന് പറയുന്നത് അഹമ്മദ് ജി മായിദ എന്ന് പറയുന്നുണ്ട്. ശരിയായ ഉത്തരം മായിദ എന്നുള്ളത് തന്നെയാണ്. ശരിയായ ഉത്തരത്തിലൂടെ വീണ്ടും പോയിന്റ് മാഷാ അല്ലാഹ് ബ്ലൂ നേടുകയാണ്. ഇന്ന് ഒപ്പത്തിനൊപ്പം തിരിച്ചും മറിച്ചുമുള്ള വെട്ടുകളും തടവുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3-4 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ച 7 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു സഹാബി വനിതയുണ്ട്. ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 7 യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത 7 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു സഹാബി വനിതയുണ്ട്. ആരാണ് എന്നുള്ളതാണ്. ആരാണ് അത് എന്നുള്ളതാണ് ചോദ്യം. ആരാണത് എന്നുള്ളതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത 7 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു സഹാബി വനിത ഉമ്മു സലമ എന്ന് അഹമ്മദേജി പറയും. ഉമ്മു അത്തിയ എന്ന് പറയുന്ന റൈറ്റ് വിഷൻ, ഉമ്മു സലമ എന്ന അമീർ സാഹിബ്, ഐഷ എന്നും റഹ്മാൻ ചപ്പരങ്ങാടി, നിത്യ വസന്തം, ജാംഷി, നിസാമുദ്ദീൻ, ദുൽദുൽ, കാഫിർ. എല്ലാവരും ഉത്തരങ്ങൾ എഴുതി. ഇനി ഉത്തരം എഴുതാൻ പലരുമുണ്ട്. പക്ഷെ ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അതിശക്തമായ മത്സരം, വെല്ലുവിളികളൊക്കെ അസ്ഥാനത്തായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള മുന്നേറ്റമാണ് ബ്ലൂ കാഴ്ചവെക്കുന്നത്. 4ാമത്തെ പോയിന്റ് ഉമ്മു അത്തിയ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. റൈറ്റ് വിഷനാണ് പോയിന്റ് നേടുന്നത്. 4-4 ഒപ്പത്തിനൊപ്പം നിലച്ചിരിക്കാതെ കാക്ക കൊത്തി കൊണ്ടുപോകുന്ന മാമ്പഴമായി വിജയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഗ്രീൻ ശക്തമായ ഒരു പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടതുണ്ട്. 4-4 എന്നുള്ളതിലാണ്. കുറെ ദിവസങ്ങളായി പരസ്യം തന്നെ അങ്ങനെ വരും. ദിവസങ്ങളായി വിജയത്തിന്റെ അഹന്തമൂത്ത ഗ്രീനിനെ തറപറ്റിക്കാൻ പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് ബ്ലൂ വന്നു എന്നാണ് പറയുന്നത്. ഏതായാലും നോക്കാം തന്ത്രങ്ങൾ എങ്ങനെയാണ് ഗ്രീനിന്റെ ഭാഗത്ത് വിജയിക്കുന്നുണ്ടോ എന്ന് കണ്ടറിയാം. ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ 6 മണ്ണ് തരൂ എന്ന് വട്ടമേശ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ആരാണ്? ഒന്നുകിൽ സ്വാതന്ത്ര്യം തരിക നാടിന്, അതല്ലെങ്കിൽ 6 അടി മണ്ണ്, സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ 6 അടി മണ്ണ് തരിക എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ആരാണ് എന്നുള്ളതാണ്. മാഷാ അല്ലാഹ് ഉത്തരങ്ങൾ വരുന്നു. ഇസ്മായിൽ സാഹിബ് എന്ന് അമീർ സാഹിബ്, അബു ഹംദാൻ പറയുന്നു സുഭാഷ് എന്ന്, നിത്യവസന്തം പറയുന്നു മൗലാന എന്ന്, MK അബ്ദുള്ള, മുഹമ്മദ് അലി എന്ന് റൈറ്റ് വിഷൻ, മുഹമ്മദ് അലി ജൗഹർ എന്ന്. ഏതായാലും ശരിയായ ഉത്തരം മൗലാന മുഹമ്മദ് അലി എന്നുള്ളത് തന്നെയാണ്. ബ്ലൂവിന്റെ ഭാഗത്തു നിന്നാണ് വീണ്ടും പോയിന്റ് വന്നിട്ടുള്ളത്. മാഷാ അല്ലാഹ് 5 പോയിന്റുകളുമായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ബ്ലൂ ആണ്. 5-4 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കൈവിട്ട കളിയാണ് ഇത്. ഏതായാലും 5-4 എന്ന നിലയിലാണ് കാര്യങ്ങളുള്ളത്. 5-4. അടുത്ത ഒരു ചോദ്യം വരികയാണ്. ചോദ്യം ഇതാണ്: 4444 നാരിയസ്സലാത്ത് ഓതിക്കൊണ്ടാണ് ജമിയത്തുൽ മുഫത്തിശീന്റെ ജനറൽ ബോഡി യോഗങ്ങൾ ആരംഭിക്കുക എന്ന് മുമ്പ് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ആരായിരുന്നു ഈ ഒരു പരിപാടി ആദ്യമായി ആരംഭിച്ചത് എന്നുള്ളതാണ്. ജമിയത്തുൽ മുഫത്തിശീന്റെ യോഗങ്ങൾ ആരംഭിക്കുന്നത് 4444 നാരിയസ്സലാത്ത് ഓതിക്കൊണ്ടാണ്. എന്നാൽ ആരാണ് ഇത് ആദ്യം ആരംഭിച്ചത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കണ്ണിയത്ത് ഉസ്താദ് എന്ന് അബു ഹംദാൻ പറഞ്ഞിട്ടുണ്ട്.
കണ്ണിയത്ത് എന്ന് എം നിഷാൻ പറയുന്നുണ്ട്, നെച്ചു പറയുന്നത് ഇ.കെ. എന്ന്, അമീർ സാഹിബ് ചാപ്പനങ്ങാടി എന്ന്, താങ്ങിൽ എന്ന് പറയുന്ന റൈറ്റ് ട്യൂഷൻ, ബ്ലൂ മാൻ പറയുന്നുണ്ട്, കക്കിടിപ്പുറം എന്ന്, അബു ഹംദാൻ പറയുന്നത് ഉസ്താദ് എന്ന്, എം ബഷീർ എന്ന്, അലി വേങ്ങൂർ, മുസ്തഫയും എം കെ അബ്ദുള്ളയും, ചാപ്പനങ്ങാടി പല ഉത്തരങ്ങളും വരുന്നു. എന്നാൽ പൂർണ്ണമായ ഉത്തരം എഴുതിയിട്ടില്ലെങ്കിലും അതിനുള്ള ഒരു സൂചന നൽകിയ ഉത്തരം വന്നിട്ടുള്ളത് ബ്ലൂ മാൻ 88 എന്നുള്ള ഐഡിയിൽ നിന്നാണ്. കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. മാഷാ അല്ലാഹ്, ശരിയായ ഉത്തരത്തിലൂടെ ആ പോയിന്റ് നേടുന്നത് ബഹുമാനപ്പെട്ട ബ്ലൂ തന്നെയാണ്. വീണ്ടും ഒരു പോയിന്റ് കൂടെ നേടിക്കൊണ്ട് ശക്തമായ മുന്നേറ്റം, 6ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ഗ്രീനിന്റെ വിജയത്തിന്റെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിൽ വീഴുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം ഇതാണ്, ഒരു ചെറിയ കടങ്കഥ പോലെ, എന്റെ നാക്കിൽ നിനക്ക് വിരുന്ന്. ഓണമൊക്കെ കഴിഞ്ഞതല്ലേ, ഓർമ്മയുണ്ടാകുന്ന ഒരു ഉത്തരമാണ് എന്റെ നാക്കിൽ നിനക്ക് വിരുന്ന്. എന്താണ് ഈ എന്താണ് സാധനം എന്നുള്ളതാണ്. ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് എന്നുള്ളതാണ്. പായസം എന്ന് പറയുന്നുണ്ട്, ഇല എന്ന് പറയുന്നുണ്ട്, വാഴയില എന്ന് പറയുന്നുണ്ട്, വായ എന്ന് പറയുന്നുണ്ട്. എന്താണ് എന്റെ നാക്കിൽ നിനക്ക് വിരുന്ന് എന്നുള്ളത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? വാഴയില എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇല എന്ന് മലപ്പുറം കിങ് പറഞ്ഞിട്ടുണ്ട്. അത് പോയിന്റ് കൊടുക്കാമോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയും. ഗ്രീൻ കാർഡ് പറഞ്ഞാലാണ് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. കൊടുക്കാൻ പറ്റുമോ? ഇല എന്ന് മലപ്പുറം കിങ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദുൽദുൽ വാഴയില എന്ന് പറ്റില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വാഴയില എന്നുള്ള ഗ്രീനിന്റെ ഉത്തരത്തിന് പോയിന്റ് കൊടുക്കുകയാണ്. 5-6 ഒരു പോയിന്റിന് വ്യത്യാസമാണ്. തുള്ളിക്ക് നഷ്ടപ്പെട്ട ഒരു പോയിന്റുമായിട്ട് ബ്ലൂ ഇപ്പോൾ ഇതാ വിജയത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വരുമോ എന്നറിയില്ല. 5-6 എന്ന നിലയിലേക്ക് പോകുമ്പോൾ അടുത്തൊരു ചോദ്യം ഇതാ വരുന്നു. സമുദ്രജലം ഒന്നു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സമുദ്രത്തിലെ ജലം ഒന്നു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുമോ എന്ന് ചോദിച്ചു. അഹമ്മദ് ഏജി യെസ് എന്ന് പറയുന്നുണ്ട്, മലപ്പുറം കിങ് യെസ് എന്ന് പറയുന്നുണ്ട്. സമുദ്രജലം ഒന്നുകൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം വന്നിട്ടുള്ളത് ഗ്രീനിന്റെ ഭാഗത്തു നിന്നാണ്. മലപ്പുറം കിങ്ങിനെ വെട്ടിക്കൊണ്ട് അഹമ്മദ് ഏജി യെസ് എന്ന് എഴുതിയത് ശരിയായ ഉത്തരമാണ്. പറ്റുമെന്നുള്ളത് ശരിയായ ഒരു ഉത്തരം തന്നെയാണ്. പോയിന്റ് വീണ്ടും ഗ്രീനിന് ഒപ്പത്തിനൊപ്പം വീണ്ടും ഓടിച്ചിട്ട് പിടിച്ചു. ഇപ്പോൾ ഗ്രീന് ശരിയായ ഉത്തരത്തിലൂടെ 6-6 എന്ന നിലയിലേക്ക് പോകുമ്പോൾ അടുത്തൊരു ചോദ്യം ഇതാ വരുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. 6-6 പോയിന്റ് മാറിയിട്ടുണ്ട്. ശരിയാണ്. അടുത്ത ചോദ്യം ഇതാണ്, പനിനീർ വെള്ളം ഒന്നുകൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പനിനീർ വെള്ളം ഒന്നുകൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പനിനീർ വെള്ളം ഒന്നുകൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കട്ടുണ്ടോ? ഇല്ല, കട്ടുണ്ടാവില്ല. അഹമ്മദ് ഏജി നോ എന്ന്, ബ്ലൂമാൻ നോ എന്ന്, അമീർ ഇരിങ്കല്ലൂർ നോ എന്ന്, മുസ്തഫ മുസ്തു നോ എസ് എന്ന്, കാപ്പില നോ എന്ന്, നിത്യവസന്തം ഇല്ല എന്ന്, എം നിഷാൻ നോ എന്ന്. പലരും ഉത്തരങ്ങൾ എഴുതുന്നു നോ എന്നാണ് ശരിയായ ഉത്തരം. പറ്റില്ല. അത് ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയുന്നു, അല്ല കാലത്തിനോ സ്ഥലത്തിനോടോ ചേർത്തിട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ പനിനീർ വെള്ളം പറ്റില്ല. ശരിയായ ഉത്തരം ആദ്യമായി പറഞ്ഞത് അഹമ്മദ് ഏജിയേക്കാൾ മുമ്പ് ബ്ലൂമാനാണ്. ബ്ലൂവിന് വേണ്ടി വീണ്ടും ബ്ലൂ ഇതാ മുന്നോട്ട് പോവുകയാണ്. ബ്ലൂ 7ാമത്തെ പോയിന്റ് നേടിക്കഴിഞ്ഞു. 7-6 25 ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 7-6 ഒപ്പത്തിനൊപ്പം ശക്തമായ മത്സരമാണ്. വെല്ലുവിളിച്ച് ഇന്ന് വിളിച്ചു വരുത്തിയതാണ് ഗോതയിൽ ഗ്രീനിനെ. പരാജയപ്പെടുത്താൻ ബ്ലൂവിന് സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇന്ന് പരാജയപ്പെട്ടാൽ ബ്ലൂവിന് പിന്നെ ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടുത്തൊരു ചോദ്യം ഇതാണ്. ബ്ലൂവിന്റെ ശക്തരായ പോരാളികൾ നാട്ടിൽ പോയ സന്ദർഭത്തിലാണ് അവർ വെല്ലുവിളിച്ചിട്ടുള്ളത്. അവരുടെ ചങ്കൂറ്റം കണ്ടറിയേണ്ടതുണ്ട് എങ്ങനെ ഇരിക്കുമെന്ന്. അടുത്തൊരു ചോദ്യം ഇതാണ്, ഹനഫി മദ്ഹബിൽ ഓത്തിന്റെ സുജൂദിന്റെ വിധി എന്താണ്? ഹനഫി മദ്ഹബിൽ ഓത്തിന്റെ സുജൂദിന്റെ വിധി എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഹനഫി മദ്ഹബിൽ ഓത്തിന്റെ സുജൂദിന്റെ വിധി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഹനഫി മദ്ഹബിൽ ഓത്തിന്റെ സുജൂദിന്റെ വിധി എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സുന്നത്ത് എന്ന് മലപ്പുറം കിങ് സുന്നത്ത് എന്ന് പറയുന്നുണ്ട്. അഹമ്മദ് അമീർ സാഹിബ് വാജിബ് എന്ന് അഹമ്മദ് ഏജ് പറയുന്നുണ്ട്. അലി വേങ്ങൂർ വാജിബ് എന്ന് പറയുന്നുണ്ട്. സുന്നത്ത് എന്ന് ബ്ലൂമാൻ പറയുന്നുണ്ട്. പലരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരം വാജിബ് എന്നുള്ളതാണ്. അഹമ്മദ് ഏജിയും ദുൽദുലും ടൈപ്പ് ചെയ്തത് ശരിയായ ഉത്തരമാണ്. 7-7 വീണ്ടും ഒപ്പത്തിനൊപ്പത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വാജിബ് എന്നുള്ളത് ശരിയായ ഒരു ഉത്തരം തന്നെയാണ്. അങ്ങനെ 7-7 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 14 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി 11 ചോദ്യം മാത്രമാണ് ഉള്ളത്. ഇതിൽ നിന്ന് വേണം വിജയം വരാന്. അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ ഒരാളുടെ പിതാവിന്റെ പേരാണ് സമഅബ്ന് കൈസ് എന്നുള്ളത്. ഏത് പത്നിയുടെ പിതാവാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് പത്നിയുടെ പിതാവാണ് എന്നുള്ളതാണ്.
സമ്മ ബിൻ ഖൈസ് ഏത് പത്നിയുടെ പിതാവാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സൗദ എന്ന് പറയുന്നുണ്ട് ദുൽദുൽ, ഫൈസൽ ബ്ലൂമാൻ പറയുന്നുണ്ട് അമീർ റീഡിംഗിലും ലൈവ് ഡിവിഷനും മുസ്തഫയും നിത്യവസന്തവും നിഷാനും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ദുൽദുലാണ്. സൗദ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. 8 പോയിന്റുകളുമായി ബ്ലൂവിനെ വീണ്ടും പിന്നിലാക്കുകയാണ് ഗ്രീൻ. 8-7 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിശക്തമായ മത്സരം, ഒപ്പത്തിനൊപ്പം ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, പ്ലാച്ചിമട സമരം നമുക്കറിയാം. പ്ലാച്ചിമട സമരത്തില് ഒരു മുൻനിരയിലുണ്ടായിരുന്ന ഒരു ആദിവാസി സ്ത്രീ ഉണ്ടായിരുന്നു സമരത്തിൽ നായികയായിട്ട്. ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് അത് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് മുൻനിരയിലുണ്ടായിരുന്ന പ്ലാച്ചിമട സമരത്തിലെ ആദിവാസി നായിക എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ് ചോദ്യം വരുമ്പോഴേക്കും ഉത്തരം മനസ്സിലാവുന്ന ജനത. മാഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങളുടെയൊക്കെ അറിവുകളിൽ ബർക്കത്ത് ചെയ്യട്ടെ, നല്ല ബുദ്ധിശക്തിയും തന്റെ ഇടവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ വീണ്ടും ഗ്രീനിന്റെ തുടക്കത്തിരിക്കുകയാണ് ക്യാപ്റ്റൻ ദുൽദുൽ. ശരിയായ ഉത്തരം ഇതാ 9 പോയിന്റുകളുമായിട്ട് ഇതാ ഗ്രീൻ മുന്നിട്ട് നിൽക്കുകയാണ്. 7 പോയിന്റുകളുമായി തൊട്ടു പിറകെ കിതക്കുകയാണ്. ശക്തമായ ഓട്ടത്തിലൂടെ ഓടിപ്പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ബ്ലൂ ടീമിന്റെ അംഗങ്ങൾ കിതക്കുമ്പോൾ ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2 ചുണ്ടുകളുടെ ചുകപ്പ് നമ്മൾ ഒന്നെടുക്കുമ്പോൾ 2 ചുണ്ടുകളുടെ ചുകപ്പ് അത് മുഖത്തിൽപ്പെട്ടതാണോ എന്നുള്ളതാണ് ചോദ്യം. 2 ചുണ്ടുകളുടെ ചുകപ്പ് അത് മുഖത്തിൽപ്പെട്ടതാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നെടുക്കുമ്പോൾ 2 ചുണ്ടുകളുടെ ചുകപ്പ് അത് മുഖത്തിൽപ്പെട്ടതാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരിയായ ഉത്തരവും അല്ലാത്ത ഉത്തരവുകളൊക്കെ വരുന്നുണ്ട്. ശരിയായ ഉത്തരം കാഫില യെസ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലൂമൻ യെസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അഹമ്മദ് ഏജി യെസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. മുഹമ്മദ് കുട്ടിയും റൈറ്റ് വിഷയനും അലി വേങ്ങരും നിത്യവസന്തവും ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ബ്ലൂ തന്നെയാണ്. 8ാമത്തെ പോയിന്റും നേടിക്കൊണ്ട് ബ്ലൂ ഇതാ അതിശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണ്. 8-9 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ശരിയായ ഉത്തരം വന്നത് 2 ചുണ്ടുകൾ അത് ഒന്നെടുക്കുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പെട്ടത് തന്നെയാണ്. അത് നനക്കൽ നിർബന്ധമാണ്. എല്ലാം ചുണ്ട് പൂട്ടിക്കൊണ്ട് മുഖം കഴുകുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം ഇതാണ്. ഷട്ടിൽ കോർക്ക്. നമുക്കറിയാം ഷട്ടിൽ കോർക്കിൽ എത്ര തൂവലുകൾ ഉണ്ട് എന്നുള്ളതാണ്. എത്ര തൂവലുകളാണ് ഷട്ടിൽ കോർക്കിൽ ഉള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എത്ര തൂവലുകളാണ് ഷട്ടിൽ കോർക്കിൽ ഉള്ളത് എന്നുള്ളതാണ്. റൈറ്റ് വിഷൻ 18 എന്ന്, ബ്ലൂമൻ 16 എന്ന്, മുസ്തഫ മുത്ത് 6 എന്ന്, ജിംസി ദുബായ് 18 എന്ന്, എം നിഷാൻ 11 എന്ന്, 16 എന്ന്, നിത്യവസന്തം 24 എന്ന്, ദുൽദുൽ 16 എന്നും, മാലിക് ദിനാർ 24 എന്ന്, അലി വേങ്ങൂർ 14 എന്ന്, അബ്ദുള്ള ബഹ്റൈൻ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരം 16 എന്ന് നിത്യവസന്തം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് അത് 18 അതിനു മുമ്പ് ബ്ലൂവിന് വേണ്ടി അതിനു മുമ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയായ ഉത്തരം 16 എന്നുള്ളതാണ്. 8-9 ആയിട്ടുണ്ടായിരുന്നു അല്ലെ, പോയിന്റ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഓക്കെ നേരത്തെ 8-9 ആയിട്ടുണ്ടായിരുന്നു, ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മാറ്റിയാണ് 9-9 എന്ന നിലയിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ 9-9 ഒപ്പത്തിനൊപ്പമാണ് മത്സരം മുന്നോട്ട് പോകുന്നത്. 18 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഓത്തിന്റെ സുജൂദ് അത് കേട്ടവർക്ക് സുന്നത്തുണ്ടോ എന്നുള്ളതാണ്. ചോദ്യം. ഓത്തിന്റെ സുജൂദ് കേട്ടവർക്ക് സുന്നത്തുണ്ടോ എന്നുള്ളതാണ്. അഹമ്മദ് ഏജി എസ് എന്ന്, ബ്ലൂമാൻ എസ് എന്ന്, അമീർ സാഹിബ് എസ് എന്ന്, നോ എന്ന്, അൻവർ ചെമ്പല. ശരിയായ ഉത്തരം എസ് എന്നുള്ളതാണ്. ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്തത് നിത്യവസന്തമല്ല. ശരിയായി ടൈപ്പ് ചെയ്ത് അഹമ്മദ് ഏജിയേക്കാൾ മുമ്പ് ബ്ലൂമാൻ ടൈപ്പ് ചെയ്തു ബ്ലൂവിന് വേണ്ടി. അങ്ങനെ ഇപ്പോൾ 10-9 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 10-9 എന്ന നിലയിലേക്ക് വരികയാണ്. ആദ്യമായി 2 അക്കം തികക്കുകയാണ് ബ്ലൂ. 10-9 19 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 6 ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണ്. ഒരു സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യമാണ്, ഖുർആനിൽ
ഖുർആനിൽ സൂറത്തുകളുടെ ആദ്യത്തിൽ എത്ര ബിസ്മികളുണ്ട് എന്നുള്ളതാണ്. ഖുർആന്റെ ആദ്യത്തിൽ എത്ര ബിസ്മികളുണ്ട്, സൂറത്തുകളുടെ ആദ്യത്തിലായിക്കൊണ്ട് എത്ര ബിസ്മികളുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഖുർആനിൽ സൂറത്തുകളുടെ ആദ്യത്തിലായിക്കൊണ്ട് എത്ര ബിസ്മികളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. 113 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അബു ഹംദാനാണ് ശരിയായ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അബു ഹംദാൻ അത് ഗ്രീനിന് വേണ്ടിയിട്ടാണ്. 10-10 ഒരേപോലെ മുന്നോട്ട് പോവുകയാണ്. ഇന്നെങ്കിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷകൾക്ക് മേൽ ഇതാ ഇടുത്തി പോലെ ഗ്രീനിന്റെ പോയിന്റുകൾ വീഴുകയാണ്. അങ്ങനെ ഇതാ 10-10 വെറും 5 ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അടുത്തൊരു ചോദ്യം ഇതാണ്. ആരുടെ ഭരണകാലത്താണ് മദീനക്ക് പകരം കൂഫ തലസ്ഥാനമാക്കിയത് എന്നുള്ളതാണ്. ആരുടെ ഭരണകാലത്താണ് മദീനക്ക് പകരം കൂഫ തലസ്ഥാനമാക്കിയത് എന്നുള്ളതാണ്. ഉമർ എന്ന് അമീർ ഇരിങ്ങല്ലൂർ, ബ്ലൂമാൻ അലി എന്ന്, ദുൽദുൽ അലി എന്ന്, ഖാഫില അലി എന്ന്, ഫൈസൽ മുസ്തഫ അലി എന്ന്, അഹമ്മദ് ഏജി, മുസ്തഫ മുസ്തഫും, അലി വേങ്ങൂരും, എം നിഷാനും, അബു ഹംദാനും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്യുന്നത് അത് അമീർ ഇരിങ്ങല്ലൂരിന്റെ തൊട്ട് മുമ്പായി കൊണ്ട് ബ്ലൂമാൻ ആണ്. അതിനുശേഷം ദുൽദുൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. 11ാമത്തെ പോയിന്റും നേടിക്കൊണ്ട് ഇതാ ബ്ലൂ പ്രതീക്ഷകൾ നിലനിർത്തുകയാണ്. എന്നാൽ 4 ചോദ്യങ്ങൾ അവശേഷിക്കുന്നത്. ഇതിൽ നിന്ന് വേണം ഇന്ന് ആര് ജയിക്കുമെന്ന്. ഇന്ന് ബ്ലൂവിന് ഒരു കൂടുതൽ പോയിന്റുകൾ നേടിയിട്ടുള്ള ബ്ലൂമാൻ ആരാണ് എന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ DND ആയിട്ടാണ് കാണുന്നത്. ഏതായാലും ആരാണ് ഈ ബ്ലൂമാൻ അറിയില്ല. ഏതായാലും ശക്തമായ ഒരു പോരാട്ടത്തിന് ഉറപ്പിച്ചു തന്നെ ഇറങ്ങിയ വ്യക്തിയാണ്. ഏതായാലും 11-10 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാളം അത് എവിടെ മുതൽ എവിടെ വരെയാണ് എവിടേക്കുള്ള റെയിൽപാളമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. എവിടെ മുതൽ എവിടെ വരെയുള്ള റെയിൽപാളമാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയത്? 1861 അത് ഉണ്ടാക്കിയതുള്ളത്. എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളത് കിട്ടണം, എങ്കിലേ അത് പൂർത്തിയാവുകയുള്ളൂ. എവിടെ മുതൽ എവിടം വരെ എന്നുള്ളതാണ് കിട്ടേണ്ടത്. എവിടം മുതൽ എവിടം വരെ എന്നുള്ളതാണ് കിട്ടേണ്ടത്. തിരൂർ എന്ന് വന്നിട്ടുണ്ട്, തിരൂർ കോഴിക്കോട്, തിരൂർ കാലിക്കറ്റ് എന്ന് വന്നിട്ടുണ്ട്, കണ്ണൂർ തിരുവനന്തപുരം എന്ന് വന്നിട്ടുണ്ട്, നിലമ്പൂർ ഷൊർണൂർ എന്ന് വന്നിട്ടുണ്ട്. ഗൂഗിൾ ഉസ്താദുമാർ വന്നോ എന്നറിയില്ല. ബോംബെ മുതൽ വന്നിട്ടുണ്ട്. തിരൂർ ബേപ്പൂർ ശരിയായ ഉത്തരമാണ്. തിരൂർ ബേപ്പൂർ എന്നുള്ളത് ശരിയായ ഉത്തരം. ബ്ലൂവിന് വേണ്ടിയിട്ടാണ് വീണ്ടും പോയിന്റ് വരുന്നത്. ഷെരീഫ് 334 എന്നുള്ള ഐഡിയിൽ നിന്നാണ് ഉത്തരം വരുന്നത്. ശരിയായ ഉത്തരം അനുമ്പാരും ടൈപ്പ് ചെയ്തിട്ടില്ലല്ലോ. ശരിയായ ഉത്തരത്തിലൂടെ വീണ്ടും പ്രതീക്ഷകൾ ഇതാ പൂവണിയുന്ന പോലെ ഇതാ വസന്തമായി മാറുകയാണ്. 12-10 എന്ന നിലയിൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇതാ ബ്ലൂവിന് 12 പോയിന്റുകളും 10 പോയിന്റുകളുമായി തൊട്ടുപിറകെ ഗ്രീനുണ്ട്. ഏതാനും 2 ചോദ്യങ്ങളാണ്. ഒന്നെങ്കിൽ ഒരു സമനില അല്ലെങ്കിൽ ഒരു വിജയം. ഇത് 2-1 ഇപ്പോൾ സമയം. 3 ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള അവസരം ഇപ്പോഴും ഗ്രീനുണ്ട്. അടുത്തൊരു ചോദ്യം ഇതാണ്. SYS രൂപീകരിച്ചത് ഏത് വർഷമാണ്? SYS രൂപീകരിച്ചത് ഏത് വർഷമാണ് എന്നുള്ളതാണ്. SYS രൂപീകരിച്ചത് ഏത് വർഷമാണ് എന്നുള്ളതാണ്. SYS രൂപീകരിച്ച് 1954 എന്ന് ടൈപ്പ് ചെയ്യുന്നു അമീർ സാഹിബ്. സമസ്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ അമീർ സാഹിബിനെ കളിച്ചു വെക്കാൻ സാധ്യമല്ല. 1954 ശരിയായ ഉത്തരമാണ്. MKM അബ്ദുള്ളയും MOFFM എന്നുള്ള ഐഡിയും ഹാഫിനെയും നിഷാനും ഉസ്മാനും ദുൽദുലും JMS ദുബായും അലി ആലപ്പുഴയും മൂസ കുവൈത്തും നിത്യവസന്തവും ഒക്കെ പടപൊരുതി. പക്ഷേ ഗ്രീൻ വേണ്ടി അമീർ സാഹിബ് 1954 എന്ന് എഴുതിയപ്പോൾ 11ാമത്തെ പോയിന്റും നേടിക്കൊണ്ടിതാ ബ്ലൂവിന് പ്രതീക്ഷകൾക്ക് ഒരു വിരാമം ഇടുമോ എന്നറിയില്ല. 11-12 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ഒരു ചോദ്യം വരികയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യത്തെ റസൂൽ ആരാണ് എന്നുള്ളതാണ്. ആദ്യത്തെ റസൂൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ റസൂൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ റസൂൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അഹമ്മദ് ഏജി നൂഹ് എന്ന് പറയുന്നത്, റൈറ്റ് വിഷൻ നൂഹ് എന്ന് പറയുന്നുണ്ട്, അമീർ ഇരുങ്ങല്ലൂർ നൂഹ് എന്ന് പറയുന്നുണ്ട്, ദുൽദുൽ നൂഹ് എന്ന് പറയുന്നുണ്ട്, അലി വേങ്ങൂർ ആദം എന്ന് പറയുന്നുണ്ട്, അലി ആലപ്പുഴ MK അബ്ദുള്ള. എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ആദ്യമായി ഉത്തരം ടൈപ്പ് ചെയ്യുന്നത് അത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഏജിയാണ് എന്നാണ് തോന്നുന്നത്. അഹമ്മദ് ഏജി അല്ലേ? അഹമ്മദ് ഏജി ബ്ലൂമാൻ ഞാൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹം ബ്ലൂമാൻ അയച്ചിട്ടാ.
കെ മോൻ അടിച്ച പറയുടെ മൂവലെ നൂഹ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ശരിയാണ്. നൂഹ് എന്ന് ആദ്യമായി ലൈനിന്റെ മുമ്പ്, ശരിയാ, ലൈനിന് മുമ്പ് ലൈന് ഞാൻ ലൈൻ ഇടാനും മറന്നുപോയി അല്ലേ? ഓക്കെ. അത് പോയിന്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ? എന്തുണ്ട്? വേം പറയും. ഓക്കെ, ബ്ലൂമാന് വേണം എന്ന് പറയുന്നത്, കൊടുക്കണം വേണ്ട എന്നൊക്കെ. യെസ്, ഗ്രീനിന്റെ ഭാഗത്തുനിന്നും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പണിയാം, നമുക്ക് ആ ചോദ്യം നമുക്ക് ക്യാൻസൽ ചെയ്തു മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആ ചോദ്യം ഞാൻ ക്യാൻസൽ ചെയ്യുക, കാരണം അത് ഞാൻ ലൈൻ ഇട്ടാൽ അതിനുശേഷമേ വരാൻ പാടുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. എന്നാൽ അടുത്ത ചോദ്യം ഇതാണ് ചോദ്യം. ഓക്കെ, സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ ആരാണ്? ഇപ്പോൾ സ്വർഗത്തിൽ ഭാഗം ഊതിയിട്ടില്ല. സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ ആരാണ്? കാരണം ലൈനിന്റെ മേലെ വന്ന് ഞാൻ അതൊരു ജയിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതി. ഇദ്രീസ് എന്താണ് ഉത്തരം? ശരിയായ ഉത്തരം അഹമ്മദ് ഏജി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശരിയായ ഉത്തരത്തിൽ 12 ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. 12 ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തീരുമാനമാകും. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ലൈൻ ഇന്നും വന്നില്ല അല്ലെ? ഇപ്രാവശ്യം ലൈൻ വരും, പേടിക്കണ്ട. ലൈൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, ലൈൻ ഇട്ടുണ്ട്, ഞാൻ ലൈൻ ഇട്ടുണ്ടല്ലോ ഫാമിലിക്ക്. ഓക്കെ, ക്ഷമാശീലർക്ക് മാതൃകയായി ഖുർആൻ പറഞ്ഞ ഒരു നബി ആരാണ്? ക്ഷമാശീലർക്ക് മാതൃകയായിട്ട് ഖുർആൻ പറഞ്ഞ പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ്. അയ്യൂബ് എന്ന് അമീർ സാഹിബ് അൽ ജഫാലി, നൂഹ് എന്ന് ബ്ലൂമൻ അയ്യൂബ് എന്ന് അഹമ്മദ് ഏജി അയ്യൂബ് എന്ന് മുസ്തഫ മുസ്തു അയ്യൂബ് എന്ന് ഫൈസൽ മുസ്തഫ അയ്യൂബ് എന്ന് പല ഉത്തരങ്ങളും വരുന്നുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം അത് അയ്യൂബ് എന്നുള്ളതാണ്. ബ്ലൂമേനാണ്. എന്റെ ലൈനിന് ശേഷം കെ മോഹന്റെ ലൈനിന് മുമ്പ് ഞാനൊരു ലൈൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇല്ല, അയ്യൂബ് അല്ലെ? ബ്ലൂമാൻ അല്ലെ? എന്റെ ലൈനിന്റെ താഴെ അല്ലേ? ശരിയാ, അതെ. ഏതായാലും ശരിയായ ഉത്തരത്തിലുള്ള പോയിന്റ്, നേരത്തെ നഷ്ടപ്പെട്ട പോയിന്റ് ബ്ലൂമാൻ തിരിച്ചെടുത്തുകൊണ്ട് ബ്ലൂവിനെ വിജയിപ്പിച്ചിരിക്കുകയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സീസണിലെ ആദ്യത്തെ വിജയമാണ് ബ്ലൂവിന് ഇപ്പോൾ കിട്ടുന്നത്. 13-12 ഫോട്ടോ ഫിനിഷിംഗിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബുധനാഴ്ച വീണ്ടും രാത്രി ഏറ്റുമുട്ടാം. ആർക്കാണ് വിജയം ഉണ്ടാവുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. നേരം ഒരുപാട് വൈകിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാതിരാവിൽ നാം പറഞ്ഞതും കേട്ടതും അതിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അതവുകേടുകളും പുറത്തു മാപ്പാക്കിക്കൊണ്ട് സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും ഇതിന്റെ നല്ല പ്രതിഫലത്തെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. അല്ലാഹുവേ റബ്ബുൽ ഇസ്സത്തായ നാഥ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഇതിൽ പങ്കെടുത്തവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും റബ്ബേ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുന്ന റബ്ബേ, കാമിലായ അഖ്ൽ നൽകണേ തമ്പുരാനെ. ഇരുലോകത്തും ഇസ്സത്തുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യുന്ന തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ചോദ്യം വരുന്നതിന് മുമ്പ് ഉത്തരം വന്നുമല്ലേ? അത് ചിലർക്ക് ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിലാവും. അതാണ്. മാത്രമല്ല ചിലവരുടെ നെറ്റ് വളരെ സ്പീഡായിരിക്കും. ചില സമയത്ത് ഞാൻ തന്നെ ചോദ്യം തുടങ്ങിയിട്ട് പകുതി ആകുമ്പോഴത്തെ ഉത്തരം വരുമ്പോൾ ഞാൻ അന്തം വിട്ടു പോകും, ഇതെന്ത് സംഭവിച്ചു എന്ന്. അത് ചിലവരെ ബുദ്ധിശക്തിയും ചില ആൾക്കാരുടെ നെറ്റ് സ്പീഡുമാണ്. അള്ളാഹു എല്ലാവർക്കും ബുദ്ധിയും ശക്തിയും നൽകട്ടെ. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഇന്ന് വെല്ലുവിളിച്ച് അബ്ദുള്ള തൊട്ടക്കാരനെ കണ്ടില്ല. അബ്ദുള്ള തൊട്ടക്കാരാണോ ഇനി ബ്ലൂ മേ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് അറിയില്ല. ഇത് തോറ്റ നാണം കരുതിച്ചിട്ട് വന്നതായിരിക്കും ഒരു പക്ഷെ. എന്തായാലും അബ്ദുള്ള തൊട്ടക്കാട് വെല്ലുവിളിച്ചു കൊടുക്കുന്ന ഒരു മത്സരത്തില് ഇന്ന് എങ്ങനെയോ വിജയിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബുധനാഴ്ച. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.